ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ മോളെ രാവിലെ തന്നെ ഒന്ന് പാലൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കി കിടത്തിയതിന് ശേഷം വേണം ഈ ജോലികളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ അവളെ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ മോളുടെ കുറേ തുണികൾ, അതായത് പുതിയ തുണികളൊക്കെ കിട്ടിയിട്ട് ഞാൻ കുറേയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇടുന്നതനുസരിച്ചിട്ട് മാത്രമായിട്ടോ കഴുകി എടുക്കാറുള്ളത്. അവൾക്ക് പരിവാകുന്നതനുസരിച്ചിട്ടുള്ളത് മാത്രമേ എടുത്തെടുത്ത് കഴുകും. ഇപ്പോൾ അതാ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇടാൻ പാകത്തിനായിട്ടുണ്ട്. 3 മാസമായിട്ടില്ലേ, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ അവൾക്ക് ഇടാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. കൂടുതൽ അവൾക്ക് കുട്ടി കുട്ടി ഉടുപ്പുകളാണ്. ഇതിനകത്ത് ചിലതൊക്കെ അലങ്കോലപ്പണികൾ, അത് അലങ്കാരപ്പണികളൊക്കെ ഉള്ള ഡ്രസ്സുകളാണ്. അത് അവൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ആൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു കംഫർട്ട് ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ആളുടെ ഒരു പെരുമാറ്റമൊക്കെ. എനിക്കൊന്നും ഇനി ദേഹത്തൊക്കെ കുത്തുകയോ അല്ലെങ്കിൽ അധികം ചൂടെടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഈ ഒരു 2 ജോഡി ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ചേട്ടനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നതായിരുന്നു. 2 ബോയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും അല്ലേ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. കഴുകാനുള്ള കുറച്ച് ഡ്രസ്സ് എടുത്ത് ഞാൻ പിന്നെ കൊണ്ടുവന്ന് മുക്കിയൊക്കെ വെച്ചു. പിന്നെ രാവിലെ തന്നെ നമ്മൾ മെഷീനകത്ത് കഴുകാൻ വേണ്ടി തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പിന്നെ ഞാൻ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ പിന്നെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിരിക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ നമ്മൾ പുറത്ത് ഞാൻ പിന്നെ കൊണ്ടുപോയി വിരിച്ചു. നമുക്ക് പശ ഇങ്ങനെ നേരെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് അധികം വെയിൽ വരത്തില്ലെങ്കിൽ നല്ല ചൂടടിക്കും കേട്ടോ. ഷീറ്റിൻ്റെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമിൽ നല്ല ചൂടാണ് ഈ ഷീറ്റിൻ്റെ ചൂടടിക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഇനി കുഞ്ഞിൻ്റെ ഡ്രസ്സ് കഴുകാനുണ്ട്. അതിന് മുന്നേ മോളെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്താണ് കേട്ടോ ഞാൻ മോളെ കുളിപ്പിക്കാറുള്ളത്. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം തലയിൽ ഒഴിക്കാൻ വേണ്ടി മാറ്റി വെക്കും. പിന്നെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ മോളെയും കുളിപ്പിക്കും. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നേ. ഉണർന്നു കഴിഞ്ഞാൽ മുള്ളുമല്ലോ, അങ്ങനെ മുള്ളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തുണിയൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് ഡയപ്പറാണോ എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ, തുണിയും വെക്കാറുണ്ട്, ഡയപ്പറും ഷർട്ടും കയ്യിലൊക്കെ മാറ്റിക്കോ. എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ അച്ഛാ. മോളൂട്ടി അച്ഛൻ്റെ മടിയിലിരുന്ന് നന്നായിട്ട് മുള്ളിക്കൊടുത്തു കേട്ടോ. താഴോട്ട് എന്തോ നനവ് കണ്ടുകൊണ്ടാണ് ആൾ നോക്കിയപ്പോഴിരുന്ന് മുള്ളിയിട്ടിരുന്ന ആളങ്ങ് ചിരിയാണ്. അങ്ങനെ കുഞ്ഞൻ്റെ കയ്യിൽ മോളെ കൊടുത്തതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നു. കുറച്ച് പണികളുണ്ട് കേട്ടോ. നമുക്കിന്ന് മോര് കറിയും പിന്നെ കുഞ്ഞമ്മത്തി ഇട്ടിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് പീര വറ്റിക്കാനും കൂടെ ആണ്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ചെയ്യാൻ പോകുന്നതെന്ന്. അമ്മ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം, അമ്മ പൊക്കോളാൻ പറഞ്ഞു. അമ്മ ഇന്ന് വീട്ടിലോട്ടല്ല 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാട്ടോ. അങ്ങനെ പോകുന്നതിന് മുന്നേ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടാണ് പോയത്. മോര് കറിക്കുള്ളതും പിന്നെ മീൻ പീര വറ്റിക്കാനുള്ളതിൻ്റെയൊക്കെ തേങ്ങയെല്ലാം തിരികെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ മീൻ ഐസ് മാറാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ പോയി മോളെ കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് എടുക്കുമ്പോഴേ പേടിയാണ്. എന്ത് കാര്യത്തിനായാലും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ 100 വട്ടം ഇങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ചിലതൊക്കെ എത്രയൊക്കെ നമ്മൾ നോക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വരാനുള്ളത് വരികയൊക്കെ ചെയ്യും. അതുപോലെ വന്നതാണ് ആ പഴുതാര കടിച്ചത്. എന്തുമാത്രം സൂക്ഷിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അത് എവിടെ നിന്ന് വന്നതെന്ന് നമുക്ക് എപ്പോഴും അറിയില്ല കേട്ടോ. അങ്ങനെ മോളെ ഒന്ന് ഉറക്കി കിടത്തിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ജോലികൾ പെട്ടെന്ന് ഒതുക്കാമെന്ന് കരുതി. മോൾ കുളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉറങ്ങും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ജോലിയൊക്കെ ഒന്ന് കുറേയൊക്കെ ഒതുക്കാം. അങ്ങനെ കുളിപ്പിച്ച ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം പിന്നെ തുണികളൊന്ന് കഴുകുന്നുണ്ട്. ഞാനൊന്ന് കഴുകി കൊടുത്തതേ ഉള്ളൂ. കുഞ്ഞൻ പിന്നെ വെള്ളത്തിലിട്ടൊന്ന് കഴുകി അലമ്പി എടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് പോയി. നമ്മൾ നിന്ന് സമയം കളയുന്നതിനെക്കാട്ടി പെട്ടെന്ന് ചെയ്യുന്നതാണല്ലോ. അപ്പം മീൻ പീര വറ്റിക്കാനുള്ളതിൻ്റെ കാര്യങ്ങൾ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി ആദ്യം. അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ കാന്താരി മുളക് കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് തേങ്ങ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കളറിന് ആവശ്യത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യം
ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് ഇച്ചിരി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതൊന്ന് ചതച്ചൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു മിക്സി കാണുമ്പോൾ, അതായത് ഈ മിക്സി യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കിത് തന്ന ആളെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് ഈ ഒരു മിക്സി. നമ്മുടെ മിക്സി കേടായി പോയ സമയത്ത് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമുക്കും വാങ്ങിച്ചു തരാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതെടുക്കുമ്പോഴെല്ലാം ഞാൻ ആളെ ഓർക്കാറുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അരപ്പൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് മീനകത്തോട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, മീൻ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. പിന്നെ ഇതാ കുറച്ച് കുടംപുളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, വെള്ളമൊക്കെ വറ്റി അടിക്ക് പിടിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഞ്ഞനാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കിയത്. ഞാനാണെങ്കിൽ മോൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായി വരുന്നുണ്ട്. ഇത്തിരി വെള്ളവും കൂടെ വറ്റാനുണ്ട് കേട്ടോ. ഞാൻ തീ കുറച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് മോര് കറിയും കൂടെ വെക്കാൻ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് കടുവിട്ട് പൊട്ടിയതിന് ശേഷം ഇതാ നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോഴത്തേക്ക് ബാക്കി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ മോരുകറി വെക്കുമ്പോൾ തേങ്ങ അരച്ച് അങ്ങനെ വെക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ മോര് കറിക്ക് തേങ്ങ അരച്ച് വെക്കുന്നത്. അല്ലാതെ തന്നെ വെക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പീര വറ്റിച്ചതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിച്ച് അധികം ഇളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ചെറുതായിട്ടൊന്ന് തിരിച്ചിടുന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മുള്ള് വേറെ മീൻ വേറെ ആയി പോവും. എന്നിട്ട് അടച്ച് വെച്ചിരുന്നാൽ നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. അപ്പോൾ ഇതാ നമ്മുടെ മോര് കറിക്കുള്ള ഉള്ളികളൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി ലേശം ചേർത്ത് കൊടുക്കാം, ഉലുവാപ്പൊടി, കായപ്പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ. ലേശം ചേർത്താൽ മതി, കളറിന് വേണ്ടിയിട്ടാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർക്കണമെങ്കിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കും. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതൊരു ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതാ നമുക്ക് തൈര് അടിച്ച് വെച്ചിരുന്നതും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം മാത്രമേ ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ, അധികം വെള്ളം ചേർക്കുന്നതൊന്നുമില്ല. ഇച്ചിരി നല്ല ഇങ്ങനെ കുറുകിയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ മോരും കൂടെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്. തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും, അത് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ കുറുകിയ മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് ചൂടടിച്ചിങ്ങനെ പിരിഞ്ഞ് വരുത്തതൊന്നുമില്ല. ഈ പാത്രത്തിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ഇത് പിരിഞ്ഞ് വരും കേട്ടോ, ആ ഒരു പാത്രത്തിൻ്റെ ചൂടുകൊണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഓടിപ്പോയി മുകളിലെ തുണി ഇതാ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിച്ചിടുന്നുണ്ട്. ഉള്ള വെയിലത്തൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. മഴ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തേ ഇല്ല കേട്ടോ, അത് എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് നല്ല തുണികളായതുകൊണ്ട് ഒന്ന് ഉണങ്ങിയില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലും ആയിരിക്കും. അങ്ങനെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം പിന്നീട് വന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. മോളിപ്പോൾ പാലൊക്കെ കുടിച്ചിട്ട് കിടന്ന് കളിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. എപ്പോഴാണ് മൂഡ് മാറുന്നേ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയ്യോടെ ഇത് അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊടിയും അഴുക്കൊക്കെ ആയി കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പും പല്ലിയുടെയൊക്കെ ഭയങ്കര ശല്യമാണ് കേട്ടോ ഇവിടെ. നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സാധനം കിടന്നാൽ മതി, ഉറുമ്പ് എവിടുന്നാ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ പല്ലി കയറി ഇറങ്ങി അങ്ങ് നടക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് അടുക്കള, അത് മെയിനായിട്ട് കേട്ടോ. അങ്ങനെ ഇത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് കറികൾ മാത്രം വെച്ചാൽ മതി കേട്ടോ. അമ്മ രാവിലത്തെ കാപ്പി ഉണ്ടാക്കി ഇട്ട് പിന്നെ ചോറും ആക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് കറി മാത്രം വെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ട് ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, വലുതായിട്ട് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. എനിക്കിപ്പോൾ തന്നെ വേദന അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് നമ്മൾ കുറച്ച് നേരം ആ ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ബാക്ക് പെയിനുണ്ട്, കാലിൻ്റെ ഉപ്പൂറ്റിക്ക് നല്ല വേദനയാണ് കേട്ടോ. ഇതിന് മുന്നേ എനിക്ക് വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെലിവറി സമയത്തൊക്കെ റെസ്റ്റൊക്കെ എടുക്കുന്നത് കൊണ്ട് വലിയ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ നല്ല കാലിൻ്റെ ഉപ്പൂറ്റിക്ക് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്താണ് ഈ ജോലികൾ ചെയ്യുന്നത്. അത് നമ്മളിപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ടേ റെസ്റ്റ് ആയിരുന്നല്ലോ, ആ സമയത്ത് ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വലിയ ജോലികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അമ്മയുള്ളതുകൊണ്ട് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വേദനയൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് വലുതായിട്ട് തുടങ്ങാമെന്ന് കരുതിയേക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബെൽറ്റ് ഞാൻ
കെട്ടാറുണ്ട്. ഇത് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഈ ഒരു ബെൽറ്റ് നല്ല നല്ല സുഖമാണ്. അത് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന പോലെയൊന്നും ഫീലില്ല. മറ്റേത് എനിക്ക് ബലക്കുറവുള്ളതുപോലെയൊക്കെ തോന്നുമായിരുന്നു ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അതേപോലെ ബാക്ക് പെയിൻ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടിയിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതും വെയിറ്റും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ടൊന്നും ഇല്ല. സിസേറിയൻ ആയിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഇപ്പോഴൊന്നും എടുക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ അത്തേക്ക് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് മോള് പിന്നെ കരച്ചിൽ തുടങ്ങി. ഞങ്ങൾ ഫുഡ് എപ്പോൾ എടുത്താൽ അവൾ അപ്പോഴും കരയും കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞൻ പോയി എടുത്തിട്ട് വന്നു. ആ ഒരു സമയത്ത് തന്നെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും നോക്കി ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് അമ്മയും വന്നപ്പോഴത്തേക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനേ ഉണ്ടാവുള്ളൂ. ചില ദിവസങ്ങളിൽ ഒന്നും കാണത്തുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റിട്ടാണ് പിന്നെ കുഞ്ഞൻ വന്ന് കഴിക്കാനിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മോളുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പൊന്നു വരി പിടിക്കല്ലേ പൊന്നമ്മയുടെ പൊന്നു വേണം അത്ര പോടി പിടിച്ചു. മോളെ അമ്മ എടുത്തുകൊണ്ട് പോയ ആ ചെറിയ ഗ്യാപ്പിൽ ഞാൻ ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മോള് പിന്നെ പാൽ കുടിക്കാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എഴുന്നേറ്റ് പിന്നെ ഒന്നും ഉറങ്ങാൻ പറ്റിയതേ ഉണ്ടായിരുന്നില്ല. ഉറങ്ങാൻ എനിക്കിപ്പം കൊതിയാണ്. ശരിക്കും അങ്ങോട്ട് ഉറക്കം ശരിയാവുന്നേ ഇല്ല. ചില ദിവസങ്ങളിൽ മോൾ ഉറങ്ങിയാലും എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി ഞാൻ നോക്കിയാലും ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല. എന്താണ് പ്രശ്നം എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്ത് തന്നെ ആയാലും മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു സമാധാനം അത്ര തന്നെ കേട്ടോ. അങ്ങനെ മോളെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ കുളിപ്പിച്ച് അവൾക്ക് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രാത്രിയിൽ ഈ ഒരു പള്ളയുടുപ്പാണ്, അതായത് ഈ കുഞ്ഞുടുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. രാത്രി ഇവൾക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെടുത്ത് കരയും. നമ്മൾ കിടത്തി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബെഡൊക്കെ നനഞ്ഞിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ഉടുപ്പൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അത് കഴിഞ്ഞ് പുതച്ചും കൊടുക്കാറുണ്ട്. ചെറിയ കട്ടി കുറഞ്ഞ തുണിയിട്ട് പുതച്ച് കൊടുക്കാറുണ്ട്. മോൾക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. അവൾക്ക് ദേഹത്ത് എത്ര തണുപ്പായാലും തണുപ്പടിക്കത്തില്ല, പക്ഷെ ഭയങ്കര ചൂടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മോളെ ഞാൻ പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുറത്ത് പോകുന്നത്. അതായത് നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ചോക്ലേറ്റ് മേടിക്കാൻ പോയാണ്. പുറത്ത് നിന്ന് ഞാൻ ഈ ഒരു ഷോപ്പ് കാണാറുണ്ട്, പക്ഷെ അകത്ത് കയറിയപ്പോഴല്ലേ അയ്യോ എന്ത് രസമാടാ, അടിപൊളിയാണ് കേട്ടോ. അതിനകത്തോട്ട് കയറിയ ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ചാകര എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ്. ഏതെടുക്കണം എന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷനാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ നല്ല റേറ്റ് കൂടിയതുണ്ട്, കുറഞ്ഞുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ ചോക്ലേറ്റ്. ഈ ഒരു ചോക്ലേറ്റ് ഞാനിങ്ങനെ എടുത്ത് നോക്കുകയാണ്, നല്ല റേറ്റ് ഉണ്ട്. അതേപോലെ ഞാൻ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു അത്യാവശ്യം കുറച്ച് മേടിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ ഇതിലും വലിയ അതായത് റേറ്റ് കൂടിയ ചോക്ലേറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ച് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ സാധിക്കത്തില്ല. അപ്പോൾ സാധിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ച് തരാം കേട്ടോ. അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഋതുവേട്ടൻ ഇവിടെ വെളിയിൽ ഇങ്ങനെ അമ്മയെടുത്ത് ഇരിക്കുകയാണ്. ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മോള് കൈ കഴുകാത്തതുകൊണ്ട് മോളെ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറി കാലും കൈയും കഴുകിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദന. പുറത്ത് പോകുമ്പോൾ ഈ ലൈറ്റൊക്കെ വന്ന് കണ്ണിലോട്ട് അടിക്കുമ്പോൾ ഭയങ്കര തലവേദനയായിട്ട്, ഈ മൈഗ്രീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡ് പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.